സമരമാണെന്ന് അറിഞ്ഞിരുന്നോ? അറിയാം, എന്നാ അഡ്മിറ്റ് ആകാൻ ചെല്ലാൻ പറഞ്ഞ, അതുകൊണ്ട് എങ്ങനെയും മെഡിക്കൽ കോളേജിൽ പോയതാ? മെഡിക്കൽ കോളേജിൽ അവിടുന്ന് 8:30 ഡോക്ടറായിട്ട് ഇപ്പോൾ കണ്ട്, ഡോക്ടറെ മെയിൻ ഡോക്ടർ വന്നില്ല, 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ 1.5 മണിക്കൂർ അവിടെ നിന്ന്, അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ അരമണിക്കൂറായി നിൽക്കുന്നു. വലിയ ബുദ്ധിമുട്ടായ സമരം. ബുദ്ധിമുട്ട് തന്നെയായി. എന്താക്കാനാവോ, ഞങ്ങൾക്ക് പോണ്ടേ. ഓട്ടോറിക്ഷ വിളിച്ച് പോകാനുള്ളതൊന്നുമില്ല. പണിക്ക് പോയിട്ട് തന്നെ 2.5 മാസമായി. കൂലിപ്പണിയാണ്. നാട്ടിലെങ്ങനെ എത്തിക്കിട്ട് കിടന്നാൽ മതി, അത്രയേ ഉള്ളൂ. സാധാ പ്രൈവറ്റ് ബസ്സില്ലെങ്കിൽ KSRTC ഓടുമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളിന്ന് വന്നത്. ഒരുപാട് PSC എക്സാംസ് വെച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാവണം എന്നില്ല. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ പോകാം? നമ്മളിപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇപ്പം കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സാണെങ്കിൽ സ്വതവേ ഇപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ വരേണ്ട ബസ് പോലും ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ. എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ബസ് വന്നു, അതിൽ നമുക്ക് കാലുകുത്താനുള്ള സ്ഥലം പോലും ഇല്ല. എങ്ങനെ പോകുന്നു വെച്ചിട്ടാണ്. KSRTC ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് പൂർണ്ണമായും പരിഹരിക്കുന്ന വിധത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് യാത്രക്കാർ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങിയവർക്ക് തിരികെ വീടുകളിലേക്ക് പോകുന്നതിനും ഒക്കെ സമയത്തിന് ബസ് ലഭിക്കാത്ത വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. കുറേ ഒരു ബസ്സില്ലാതെ ഇങ്ങനെ കണ്ടമാനം ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് ഒരു ബസ്സും ഇല്ല. ഇപ്പോൾ ഞാൻ 10 മണിക്ക് ഇവിടെ എത്തിക്കും. ഇതുവരെ വടകരക്ക് ഒറ്റ ബസ് വന്നിരിക്കുന്നു. അപ്പോൾ അകത്തേക്കേ ബസ് പോയിട്ടില്ല അല്ലേ? ഇല്ല, കണ്ണൂരൊന്ന് പോയി, ഫുള്ളാണെങ്കിൽ കാര്യമാവില്ല, കാല് കുത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ്. 1 മണിക്കൂറായി ഒരു ബസ് പോയി, പക്ഷേ ഒരു കാല് കുത്താൻ സ്ഥലമില്ല. ഇത് കോഴിക്കോട് ഇവിടെ കണ്ണൂർ വരെ ഉള്ളത് ഭയങ്കര പ്രയാസമാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നം ആരും ചിന്തിക്കാനില്ലല്ലോ. പോകേണ്ട അത്യാവശ്യമാണ്, വേറെ അതുകൊണ്ട് വന്നു. തിരക്കിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റൂട്ടിലേക്ക് കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് അനുസരിച്ച് ബസ് സർവീസുകൾ ഏർപ്പെടുത്തുമെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. എന്തായാലും വലിയ പ്രയാസമാണ് ഈ സ്വകാര്യ ബസ് പണിമുടക്ക് ദിവസം യാത്രക്കാർക്കുണ്ടായിട്ടുള്ളത്, സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.